നമസ്കാരം. SSLC +2 ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കോഴ്സ് ഏതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരേ ഒരു ആൻസറേ പറയുള്ളൂ, ദാറ്റ് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്തുകൊണ്ട്, എങ്ങനെ, ഇതിൻ്റെ സാധ്യതകൾ എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിനുള്ളിൽ വെറും 499 രൂപയ്ക്ക് എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെക്കുറിച്ചും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്താൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്ന കോഴ്സുകൾ, ഓൺലൈൻ ജോബുകൾ, ബിസിനസ്സുകൾ, എല്ലാ കാര്യങ്ങളും നിരന്തരമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 2017 ഞാൻ ആധികാരികമായിട്ട് പഠിക്കുന്നത്, ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ പഠിക്കുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രൊഫഷണലി ഞാൻ പഠിച്ചിറങ്ങിയതാണ്. ആ സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പോർഷൻസ് ഗൂഗിളുമായിട്ട് അവർ ടൈപ്പ് ചെയ്തിട്ടാണ് ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ആ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നില്ല. ആ സമയത്തുള്ള ഒരു കോഴ്സായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ PG കോഴ്സുകളും UG കോഴ്സുകളും ഒരുപാട് സ്ഥലങ്ങളിൽ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി PG കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അന്ന് ചെയ്ത പോലെയുള്ള ഒരു കോഴ്സുകൾ നിങ്ങൾ ചെയ്യേണ്ട, കാരണം ഹൈലി എക്സ്പെൻസീവ് ആണ്, വലിയ എമൗണ്ട് ചിലവ് വരുന്ന കാര്യമാണ്, ഒരുപാട് ഡ്യൂറേഷൻ ഉള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് പോരാതെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോകുന്നുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 1 മന്ത് കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം 1 മന്ത് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോളജ് അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ഒരു കരിയർ തന്നെ എടുക്കുന്നുണ്ട്, ഇതിനെ മാത്രമേ ഞാൻ കരിയർ ആക്കി എടുക്കുന്നുള്ളൂ, ഇതന്നെയാണ് എൻ്റെ കരിയർ എന്ന് ഉറച്ച ഒരു വിശ്വാസമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡിഗ്രി PG കോഴ്സുകളൊക്കെ ഇതിൻ്റെ പ്രിഫർ ചെയ്യാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കോഴ്സായിട്ട്, ഒരു സ്കില്ല് ഡെവലപ്മെൻറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാം. രണ്ടെടുത്താലും എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഇതിൻ്റെ PGയും ഡിഗ്രിയും ഒക്കെ എടുത്ത ആൾക്കാരെ കൂടുതൽ സ്മാർട്ടായിട്ടുണ്ട്. SLC +2 ഒക്കെ കഴിഞ്ഞിട്ട് ഈ കോഴ്സ് സിമ്പിളായിട്ട് കോഴ്സ് ഓൺലൈനിലൂടെയൊക്കെ പഠിച്ച് ചെയ്യുന്ന ആൾക്കാർ. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മളിത് എത്രത്തോളം ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു എന്നതിലാണ് കാര്യം. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ ടീച്ചറും ആര് എന്നതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ 2 കാര്യം, അതായത് നമ്മുടെ പാഷനെ കൂടി ഇതിൽ കണക്ട് ചെയ്യണം. അപ്പോൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ കോഴ്സ്, ഏത് സ്ഥാപനം നമ്മൾ പഠിപ്പിക്കുന്നതിലല്ല കാര്യം, അതിനകത്ത് പഠിപ്പിക്കുന്നത് ആരാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ട്രൈ ചെയ്ത് ആ ഒരു കോഴ്സ്, ആ ഒരു കരിക്കുലം യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയത് ഗൂഗിളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ്. ഗൂഗിളും യൂണിവേഴ്സിറ്റിയും തമ്മിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ആ കോഴ്സ് കരിക്കുലം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഗൂഗിളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും, എക്സ്പേർട്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ പോയി പഠിച്ചത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മേഖലയിൽ എക്സ്പേർട്ടൈസായ ആളാണോ നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആണ്. ഈ എക്സ്പേർട്ടൈസ് അല്ലാതെ ഏതൊരാൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വന്നിട്ട് ജസ്റ്റ് കുറേ പാഠഭാഗങ്ങളൊക്കെ എനിക്ക് അറിയുമെങ്കിൽ ഞാൻ ചെയ്യും. അല്ലാതെ നമ്മൾ കൃത്യമായിട്ട് ഗൂഗിൾ ആഡ്സിൽ ക്യാമ്പയിൻ റൺ ചെയ്തിട്ട്, യൂട്യൂബിലൊക്കെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് ചെയ്തിട്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുള്ള, അങ്ങനെ എല്ലാ ടൈപ്പ് കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ, അതിൻ്റെ ടീച്ചറിൻ്റെ പേര് സിമ്പിളായിട്ട്, ആരാ നിങ്ങൾ പഠിപ്പിക്കുക, ടീച്ചറിൻ്റെ പേര് സിമ്പിളായിട്ട് ചോദിച്ച് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടീച്ചറിന് നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ എക്സ്പേർട്ടാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് പഠിച്ചത്, അദ്ദേഹത്തിൻ്റെ ചാനൽസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റും ബ്ലോഗ്സും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്പേർട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാവും. ഒരു എക്സ്പേർട്ടാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ആ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നല്ല ഡീപ്പ് നോളജ് ഉണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കണം. നമ്പർ 2, നിങ്ങളുടെ പാഷനെ ഡിജിറ്റൽ മാർക്കറ്റുമായി കണക്ട് ചെയ്യണം. അത് പാഷൻ എന്ന് പറഞ്ഞാൽ ചിലർ നല്ല ഫുട്ബോൾ പ്ലെയർ ആവും, നല്ലൊരു സ്വിമ്മിങ് ചെയ്യുന്ന ആളായിരിക്കും, നല്ല ഡാൻസറായിട്ട്, നല്ല കുക്കിംഗ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാൻ അറിയുന്നവർ, നന്നായി വായിക്കാൻ അറിയുന്നവർ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്കില്ല് ഒരു വ്യക്തിക്കുണ്ടോ, ആ സ്കില്ലിനെ എടുത്തിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുക. കിട്ടുന്നത് എന്തെന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണ് കാശ്. മനസ്സിലായില്ലേ? നമ്മുടെ പാഷനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പിന്നെ ഒരു പ്രോഡക്റ്റ്, ഒരു വസ്തു എന്ന് പറയുന്നതാണ് ക്യാഷ്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, വരുമാനം ഉണ്ടാക്കാൻ തന്നിട്ടുള്ള കഴിവ്. അല്ലാതെ നമ്മളൊരു പുതിയ മേഖല തേടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എങ്ങനെ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. നന്നായിട്ട് സംസാരിക്കാൻ സ്കില്ലുള്ള ഒരു വ്യക്തി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു യൂട്യൂബ് ചാനൽ നിർമ്മിച്ച് അതിനകത്ത് പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഒരുപാട് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വരുമാനം ഉണ്ടാക്കാൻ പറ്റും. സെയിം സാധനം
ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ട്രൈ ചെയ്യാൻ പറ്റും. നന്നായിട്ട് എഴുതാൻ അറിയുന്ന ആൾക്കാർക്ക് ഇതേപോലെ തന്നെ കൃത്യമായിട്ട് ബ്ലോഗുകൾ അപ്ഡേറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയുന്നവർക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സാധനങ്ങൾ, അതായത് ക്യാമ്പയിൻസ് ഒക്കെ, കാൽക്കുലേഷൻസ് ഒക്കെ, മാത്തമാറ്റിക്സ് ഒക്കെ നന്നായിട്ടാണ്. മാത്തമാറ്റിക്സിലൊക്കെ അത്യാവശ്യം ഐഡിയ കാര്യങ്ങളോ ഉള്ള ആൾക്കാർക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ കുറേ യൂസ്ഫുള്ളായ കാര്യങ്ങളുണ്ട്. ഇനി അല്ലെങ്കിൽ ഈ എക്സലിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കോഴ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയും വിൽക്കാൻ പറ്റും. എന്ത് കാര്യം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വിൽക്കാം. മീൻസ് ഒരു റബ്ബർ ടാപ്പിംഗ് നന്നായിട്ട് അറിയുന്ന ആൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ടാപ്പിംഗ് എന്താണ്, ടാപ്പിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു കോഴ്സ് തന്നെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഓൺലൈനിലൂടെ കച്ചവടം നടത്താൻ പറ്റും. കുക്കിംഗ് അറിയുന്നവർക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത് കാര്യത്തിനും ഒരു ഐഡിയ ഉണ്ട്. ചിത്രം വരയ്ക്കുന്നവർക്ക് അവരുടെ വരകൾ ഓട്ടോമാറ്റഡ് ആയിട്ട് ഒരു വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യാനും പറ്റും. അവരുടെ വരകളെ കുറിച്ചുള്ള നല്ല നല്ല വീഡിയോകളും ഷോർട്സും ക്രിയേറ്റ് ചെയ്ത് അത് കച്ചവടമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ എന്തെന്നില്ല ഏതെന്നില്ല നിങ്ങളുടെ പാഷനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് മാത്രം കരുതുക. ദൈവം തന്നതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് ജന്മന കിട്ടിയിട്ടുള്ള സ്കില്ലാണ്. ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റൂ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എനിക്ക് പറ്റുമോ, ഇതിൽ ഏതാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടാൻ, അല്ലെങ്കിൽ നല്ല ഡീപ്പായിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വാ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെറ്റ് വാലെ എന്ന് പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റാണ്. ഇവിടെ നമ്മളൊരു കോഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. 27 മൊഡ്യൂളുകളിലായിട്ട് 7.92 GB ഫയലുകൾ, 300+ വീഡിയോ ഫയലുകൾ, ഇതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. എന്തിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ബിസിനസ് ടാർഗറ്റ് ഓഡിയൻസ്, ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി, വെബ്സൈറ്റുകൾ, ഇമെയിൽ മാർക്കറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, ബ്ലോഗിംഗ്, യൂട്യൂബിനെ കുറിച്ച് പഠിക്കാം, ഈ വീഡിയോ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാം, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് പേജസ്, ഫേസ്ബുക്ക് ആഡ്സ്, ഫേസ്ബുക്ക് റീടാർഗറ്റിംഗ് ആൻഡ് ഫേസ്ബുക്ക് ലോക്കൽ ബിസിനസ്, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, കംപ്ലീറ്റ് കാര്യങ്ങൾ, ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വെബ്സൈറ്റ് ഇമെയിൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ അനലറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ട്വിറ്റർ ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിൻട്രസ്റ്റ് ലിങ്ക്ഡിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പെരിസ്കോപ്പ് ഗൂഗിൾ പ്ലസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ലൈവ് സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇനി കൺക്ലൂഷനും ഒപ്പം തന്നെ ലൈവ് Q&A കൂടി ഉണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സിലബസിൽ പോലും ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇത്രയും സിലബസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ സിലബസ് പോലും അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റും. 300+ വീഡിയോകളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതിന് ലക്ഷങ്ങളോ കോടികളൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. ഓൺലി ₹499, 499 ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക, അപ്പം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, അപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര സ്കോപ്പുള്ള ഒരു കാര്യമാണ്. ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു കോഴ്സ് രീതിയാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ റെഫർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്നിട്ട് ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇനി അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു മെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നമ്മൾ ഈ പറഞ്ഞ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് വലിയൊരു കോഴ്സാക്കിയിട്ടല്ല കൊടുക്കുന്നത്. ഇതിൽ ഒരുപാട് മെത്തേഡുകളുണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള. ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് പഠിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ക്ലാസ്. ഫീസ് ₹5,000 ആണ്. ഒറ്റ ദിവസം ക്ലാസ്സാണ്. രാവിലെ വന്ന് വൈകുന്നേരം പഠിച്ചിട്ട് നിങ്ങൾക്ക് പോകാം. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് 1 day ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ₹5,000 തന്നാൽ നിങ്ങൾക്ക് പരിപാടി കഴിഞ്ഞു. എല്ലാം പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സ്കില്ല് നേടിയിട്ട് പോകാം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആതിഥേയരാണ്, എക്സ്പേർട്ടൈസ് ആയതിനു ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത്. സോ ദാറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു സോ മച്ച്.